നമസ്കാരം. സങ്കീർണവും പലപ്പോഴും അസ്ഥിരവുമായ ലോകരാഷ്ട്രീയത്തിൽ ഇന്ത്യ പ്രധാന ശക്തിയായി മാറുകയാണ്. മോദി അടുത്തിടെ നടത്തിയ കൂടിക്കാഴ്ചകൾ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് വ്യക്തമാക്കുന്നു. അന്താരാഷ്ട്ര ബന്ധങ്ങൾ, രാജ്യത്തിന്റെ താൽപര്യം, സമാധാനം തുടങ്ങിയ വിവിധ മേഖലകളിൽ വേരൂന്നിക്കൊണ്ടുള്ള ഇന്ത്യയുടെ സൂക്ഷ്മമായ സമീപനം ഈ കൂടിക്കാഴ്ചകളിലൂടെ പ്രതിഫലിക്കപ്പെട്ടു. സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രൂണയിൽ എത്തിയിട്ടുണ്ട്. ബന്ദർ സരി ഭഗവാൻ വിമാനത്താവളത്തിലെത്തിയ മോദിക്ക് രാജകീയ വരവേൽപ്പാണ് ബ്രൂണൈ ഭരണകൂടം നൽകിയത്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായാണ് ബ്രൂണയിൽ എത്തുന്നത് എന്ന പ്രത്യേകത കൂടി ഈ സന്ദർശനത്തിനുണ്ട്. ബ്രൂണയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 40 വർഷം ആഘോഷിക്കുന്ന സുപ്രധാന വേളയിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്നെടുത്തു പറയണം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുമെന്ന് മോദി അറിയിച്ചിട്ടുണ്ട്. ബ്രൂണയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ശക്തവും ശാശ്വതവുമാകുന്നതിൽ ഈ സന്ദർശനത്തിന് നിർണായക പങ്കുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രണ്ടാമത്തെ രാജാവാണ് സുൽത്താൻ ഹസ്നൽ ബോൾക്കിയ. അദ്ദേഹവുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സമ്പത്തിനും ആഡംബര ജീവിതശൈലിക്കും ഹസ്നൽ ബോൾക്കിയ പേരുകേട്ട സുൽത്താനാണ്. സുൽത്താന്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സുകൾ എണ്ണശേഖരവും പ്രകൃതിവാതകവുമാണ്. പ്രതിരോധം, വ്യാപാരം, നിക്ഷേപം, ഊർജം, ബഹിരാകാശം, സാങ്കേതികവിദ്യ, ആരോഗ്യം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി നയതന്ത്ര ബന്ധം വളർത്തുക എന്നതാണ് സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. സന്ദർശനങ്ങൾ ഉഭയകക്ഷി ബന്ധത്തെ ശക്തിപ്പെടുത്തുകയും സഹകരണപരമായ പങ്കാളിത്തത്തിലൂടെയും തന്ത്രപരമായ സംരംഭങ്ങളിലൂടെയും ആഗോള സമാധാനവും സമൃദ്ധിയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ശക്തിപ്പെടുത്തുകയും ചെയ്യും. റഷ്യയിലും യുക്രൈനിലും മോദിയുടെ നയതന്ത്ര ഇടപെടൽ വളരെ ആകാംക്ഷയോടെയാണ് ലോകം നോക്കിക്കണ്ടത്. ബ്രൂണൈ, സിംഗപ്പൂർ സന്ദർശനത്തിലൂടെ ഇന്ത്യയുമായുള്ള പങ്കാളിത്തം മറ്റൊരു തലത്തിലേക്ക് ഉയരും. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ 1ഉം 2ഉം സ്ഥാനത്തുള്ള രാജ്യങ്ങളാണ് സിംഗപ്പൂരും ബ്രൂണൈയും. പ്രധാനമന്ത്രി മോദിയുടെ കീഴിൽ ഇന്ത്യയുടെ നയതന്ത്ര സമീപനങ്ങളിൽ നിന്ന് ലോകത്തിന് വിലപ്പെട്ട പാഠങ്ങൾ പഠിക്കാനാകും. ഒന്നാമതായി, അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ തന്ത്രപരമായ സ്വയംഭരണം നിലനിർത്തുന്നതിന്റെ പ്രാധാന്യം. അത് ആഗോള സമാധാന ശ്രമങ്ങൾക്ക് സംഭാവന നൽകുകയും സ്വന്തം താൽപ്പര്യങ്ങൾ പിന്തുടരാൻ ഒരു രാജ്യത്തെ അനുവദിക്കുകയും ചെയ്യും. ഒരു കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശയാത്രകൾ ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു. എന്തിന് ഇത്രയും വിദേശയാത്രകൾ എന്ന് പലരും ചോദിച്ചു. എന്നാൽ ഇന്ന് മോദി ഡിപ്ലോമസി ഒരു ബ്രാൻഡായി മാറിയിരിക്കുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഏറ്റവും അധികം ആളുകൾ പിന്തുടരുന്ന നേതാവ് നരേന്ദ്രമോദിയാണ്. 10 കോടിയിലധികം പേരാണ് നരേന്ദ്രമോദിയെ എക്സിൽ പിന്തുടരുന്നത്. ഇക്കാര്യത്തിൽ മറ്റു ലോക നേതാക്കളെക്കാൾ വളരെ മുന്നിലാണ് മോദി. ലോകരാജ്യങ്ങളുമായി മികച്ച നയതന്ത്ര ബന്ധവുമാണ് മോദി കാത്തുസൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോക നേതാക്കൾക്കിടയിൽ മോദിക്കൊരു സ്വീകാര്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.